അങ്ങനെ ചെയ്യുക ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ ദി ഡാർക്ക് ബ്ലഡിൻ്റെ എപ്പിസോഡ് 3 ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 വ്യൂസ് 10 ലൈക്ക് അടിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ 10 വ്യൂസ് എനിക്ക് 2 വീഡിയോക്ക് തന്നിട്ടുണ്ട്. സോ റിയലി താങ്ക്സ് ഫോർ ദിസ് ഗൈസ്. നിങ്ങളുടെ ഈ ചെറിയ സപ്പോർട്ടാണെങ്കിലും വലിയ സപ്പോർട്ടാണെങ്കിലാണ് എനിക്ക് വീഡിയോ ഇടാൻ കുറച്ചുകൂടി ഇതാക്കുന്നത്. സംഭവം ഞാൻ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും ഓരോ രീതിയിൽ കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഇപ്പം എനിക്ക് കുറച്ച് ജലദോഷമായതുകൊണ്ട് ചിലപ്പോൾ ഡയലോഗ്സിനൊക്കെ വിഷയം വരാം. പിന്നെ ഗൈസ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇത് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതായത് ഈ മലയാളത്തിലെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാനിത് ഇംഗ്ലീഷ് പോലെ ഇറക്കാനായിട്ട് നോക്കുന്നുണ്ട്. സംഭവം ഇംഗ്ലീഷിലെന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നും കാണത്തില്ല, കുറച്ചുകൂടി ഡയലോഗ്സിലായിരിക്കും ഇമ്പോർട്ടൻ്റ് എടുക്കാറ്. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ഇംഗ്ലീഷ് കാണുന്നതിനും കുറച്ചുകൂടി ചിലപ്പോൾ ബെറ്റർ ആയിട്ട് തോന്നുക. അത് എന്തായാലും ഡയലോഗ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആനിമേറ്റ് ഒന്നും ചെയ്യത്തില്ല, ഇതുപോലെയൊക്കെ തന്നെ, പക്ഷേ ഡയലോഗ്സ് ആയിരിക്കും കുറച്ചുകൂടി കൂടുതലുണ്ടാവുക. സോ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്തോ. സോ കുറേ പേരൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞായിരുന്നു കമൻറ്റ് ബോക്സിൽ. എന്തായാലും അവർക്കും താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ടു മൈ ആനിമി. സോ നമ്മുടെ എപ്പിസോഡ് 2യുടെ കുറച്ച് റീക്യാപ്സ് തരാം. നമ്മുടെ ഫുഷ്റോനീസിൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്ത് റാമിന് അത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അവൻ്റെ മരുന്ന് വഴിയാണ് സൈഡ് എഫക്റ്റ് കിട്ടിയെന്നുള്ളൊരു സ്കീമിൽ റാമും ഫുഷ്റോയും എത്തുന്നുണ്ടെങ്കിൽ പക്ഷേ മരുന്ന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്നൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ റാമിന് തോന്നുന്നു നിനക്ക് സൂപ്പർ പവേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് റാം പറയുന്നു. അങ്ങനെ ഫുഷ്റോയും അതിന് എഗ്രി ചെയ്യുകയാണ്. അപ്പോൾ ഫുഷ്റോ ചോദിക്കുന്നത് അവൻ എങ്ങനെ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ റാം ഒരാളെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അയാളെ കാണാൻ പോകുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, നമ്മുടെ ഐസനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. പിന്നെ പെട്ടെന്നൊരു കാട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്, പെട്ടെന്ന് ഒരാൾ കയറി വരുന്നു. അവിടെ വെച്ചായിരുന്നു നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത്. സോ ഇന്ന് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. തുടക്കം നമ്മുടെ കാടാണ് കാണിക്കുന്നത്, ഇന്നലെ കാണിച്ച അതേ കാട്. സോ നമ്മുടെ ഫുഷ്റോ നീച്ചിനും അവന്മാരൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് ചാടി വീണത്. സോ ഇവനാണ് ആ സംഭവം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റാം പറഞ്ഞ ആളാണ് ഇവൻ്റെ പേരാണ് റീച്ച്, ഒരു സൈഡ് ക്യാരക്ടറാണ്. റീച്ച് എന്നാണ് ഇവൻ്റെ പേര്. ഇവനും നമ്മുടെ ഫുഷ്റോ നീച്ചിനെ പോലെ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി പവേഴ്സൊക്കെ ഉണ്ട്. സോ രണ്ടുപേരും ഇയാളെ കാണുമ്പോൾ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്, നമ്മുടെ ഫുഷ്റോയും നമ്മുടെ റാമും. വേറെ രണ്ടുപേരും കണ്ടിട്ട് റീച്ച് ചോദിക്കുകയാണ്, ഹൂ ദ ഹെൽ ആർ യു ഗൈസ്, ആരാണ് നിങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മുടെ ഇവനെന്ന് പറയുന്നത് ഒരു ഗോഡ് ലെവൽ പവേഴ്സ് ഉള്ളവരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല പവേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ് ഈ റീച്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അത് ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കട്ടെ, നിങ്ങളാരാ എന്ന് ഫുഷ്റോയും റാമും ചോദിക്കുന്നു. അപ്പോൾ റീച്ചും പറയാണ്, അത് ശരി, എൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ ആരാന്ന് ചോദിക്കുന്നു, നിങ്ങൾക്കറിയില്ല എന്നെ, എൻ്റെ പേരാണ് റീച്ചിൻ. റീച്ചിന്ന് കേട്ടപ്പോൾ തന്നെ റാമിന് സംഭവം മനസ്സിലാവാണ്. റാം അപ്പം തന്നെ പറയാണ്, ഫുഷ്റോ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, ഇയാളുടെ പേരാണ് റീച്ച്. എനിക്ക് പേര് ഓർമ്മയില്ല, പക്ഷേ പേരിപ്പോൾ ഓർമ്മയിട്ട്. ഇയാൾക്കാണ് നിന്നെപ്പോലെ എൻ്റെ പവേഴ്സൊക്കെ ഉള്ളത്, നമ്മൾ ഇയാളാണ് കാണേണ്ടിയിരുന്നത്. അപ്പോൾ റീച്ച് ചോദിക്കുകയാണ്, ഓ നിങ്ങൾ എൻ്റെ സൂപ്പർ പവേഴ്സ് നോക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണോ? ഓ എന്തായാലും നല്ല കാര്യം. എന്തായാലും ഇരുട്ടാവുന്നതിന് വേണ്ടി നിങ്ങൾ നേരെ വീട്ടിൽ പോകും. അഥവാ എൻ്റെ സൂപ്പർ പവേഴ്സ് റിസർച്ച് ചെയ്യാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് എൻ്റെ സൂപ്പർ പവേഴ്സ് റിസർച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ സീള് ചെക്കന്മാരെ, ഇട്ട് തന്നെ വേഗം വീട്ടിൽ പോടാ എന്ന് പറയാനല്ല മിസ്റ്റർ റീച്ച്. ഞാൻ നിങ്ങളെ സൂപ്പർ പവേഴ്സ് ഒന്ന് അബ്സോർബ് ചെയ്യാനോ റിസർച്ച് ചെയ്യാനോ ഒന്നും വന്നതല്ല, എനിക്കൊരു ആവശ്യമുണ്ട്, അതിനാണ് ഞാൻ വന്നത് എന്ന് പറയാണ് ഫുഷ്റോ നീച്ചിൻ. അപ്പോൾ തന്നെ നമ്മുടെ റാം പറയാണ്, ഹേ മിസ്റ്റർ റീച്ചിൻ, എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കൂട്ടുകാരൻ, ഇവൻ്റെ പേരാണ് ഫുഷ്റോ നീച്ചിൻ. ഇവന് നിങ്ങളെപ്പോലെ തന്നെ എക്സ്ട്രോർഡിനറി ആയിട്ട് കുറച്ച് പവേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങളത് കണ്ടതുമാണ്. പക്ഷെ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് ഇവനറിയില്ല, അതിനാണ് നിങ്ങളടുത്താണ് വന്നത്. അപ്പോൾ നമ്മുടെ റീച്ച് പറയാണ്, ഹേ കിഡ്സ്, നിങ്ങൾ എന്താണ് സൂപ്പർ പവേഴ്സിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? 2-3 പേരെ ഇടിച്ചെന്നോ ഒരാളെ ഇടിച്ച് പറപ്പിച്ചെന്നോ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് സൂപ്പർ പവേഴ്സ് കിട്ടിയെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സൂപ്പർ പവേഴ്സ് അത് പറ്റിയ ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ്, അല്ലാതെ ചുമ്മാ വിളിച്ചാൽ സൂപ്പർ പവേഴ്സ് ഒന്നും വരുത്തൊന്നുമില്ല. സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് അത് ആപ്റ്റായവർക്കേ അത് വരത്തുള്ളൂ. നീ പറയുന്നത് ഇവനാണ് അത് വന്നതെന്ന്. എനിക്ക് തോന്നുന്നില്ല ഈ ചീള് ചേർക്കാനൊന്നും, അതായത് ഇങ്ങനത്തെ ഒരു വീക്കുള്ളവരൊന്നും ഒരു സൂപ്പർ പവേഴ്സും എന്തായാലും ഉണ്ടാകത്തില്ല. നിങ്ങൾ എൻ്റെ ടൈം വേസ്റ്റ് ആണ്, നിങ്ങൾ ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ പോകാൻ നോക്ക്. ഇല്ല മിസ്റ്റർ റീച്ചിൻ, ഇന്നെൻ്റെ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഒരു തണ്ടർ ലൈക്ക് പവർ, അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, അതാണ്. ഹോ മിസ്റ്റർ നീലമുടിയുള്ളവനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ല, സൂപ്പർ പവേഴ്സ് ഒരാൾക്ക് ആപ്റ്റായിരിക്കാൻ സൂപ്പർ പവേഴ്സ് വരത്തുള്ളൂ. നിൻ്റെ ബോഡിക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവില്ലെന്ന് നിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ എന്നെ ടൈം വേസ്റ്റ് ആണ്, ഗെറ്റ് ഔട്ട് ഓഫ് ഫ്രം ഹിയർ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഉപദ്രവിക്കേണ്ടി വരും. നിനക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല, നീ വീക്കാണ്, ഓക്കെ? സോ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ ബിഫോർ നൈറ്റ്. സോ റാം ദേഷ്യപ്പെട്ട് പറയാണ്, നിങ്ങൾക്ക് ഇവനെ പഠിപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ റീച്ചിൻ അപ്പോൾ വിചാരിക്കുകയാണ്, ഇവരിത്ര സ്ട്രോങ് ആയിട്ട് ഇതിനെ എഗ്രി ചെയ്തിരിക്കുന്നു,
ഇത് സാധാരണ ഇതുപോലെ കുറേ ആൾക്കാർ എന്നെ തേടി വന്നിട്ടുണ്ട് എനിക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ആ രണ്ടെണ്ണം പറയുമ്പോൾ തന്നെ അവർ പോവും, കാരണം അവർക്ക് പവേഴ്സ് ഒന്നും ഇല്ല. പക്ഷേ ഈ ബ്ലൂ ഹെയർഡ് കയ്യിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് പറയുന്നത് കൊണ്ട് എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ ഒരു ടെസ്റ്റ് നടത്താൻ പോവാം. ആ ടെസ്റ്റ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ നീലമുടിയോളം ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. പക്ഷേ തോറ്റു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നീ ഇവിടെ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം. ഐ മീൻ ആ ടെസ്റ്റ് നടത്താം. യു എഗ്രി ദാറ്റ്? അപ്പോൾ നമ്മുടെ ഫുഷറോ കണ്ണും പൂട്ടി യെസ് പറയാണ്. കാരണം അവനിലൊരു വിശ്വാസമുണ്ട്, അവന് പവേഴ്സ് ഉണ്ട്. നമുക്ക് അത് തന്നെയാണ് വേണ്ടത് എന്തൊരു കാര്യത്തിനും. സോ അവൻ യെസ് പറയുകയാണ്. അത് കേട്ടപ്പോൾ റീച്ചിന് ഫുഷറോയെ കണ്ടപ്പോൾ റീച്ചിനെ തന്നെ അവന് ഫീൽ ചെയ്യുകയാണ് ഫുഷറോയെ കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ റീച്ചിൻ നമ്മുടെ ടെസ്റ്റിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നുമില്ല, സിമ്പിളാണ്. നീ ഞാനൊരു ഫൈറ്റ് എടുത്തു, നിന്റെ പവേഴ്സ് എപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കും, ഇല്ലെങ്കിൽ നിനക്ക് എവിടുന്ന് പടിയിറങ്ങാം എന്നാണ് റീച്ചൻ പറയുന്നത്. അപ്പോൾ ഫുഷറോയ്ക്ക് പകരം റാമാണ് അതിന് കണ്ണും പൂട്ടി യെസ് പറഞ്ഞത്. സംഭവം ഫുഷറോയ്ക്ക് വല്ല പവേഴ്സ് ഉണ്ടാകുന്ന നോക്കണ്ടേ. അതായത് റാം ഇതുവരെ അവൻ്റെ പവേഴ്സ് ഒന്നും കണ്ടിട്ടില്ല. മാലിക് ഷാൻ ഇടിച്ചതിന് ശേഷമാണ് റാം കാണുന്നത്. സോ അത് കാണാൻ വേണ്ടി റാം കണ്ണുപൂട്ടി യെസ് പറഞ്ഞത്. ഇത് കേട്ട ഫുഷറോ അവനെ നോക്കിയൊന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ഫുഷറോ മനസ്സേന്തിക്കുകയാണ്, റാം നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എല്ലാത്തിനും നന്ദി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇത് കേട്ട് റാമിന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെങ്കിലും അവന് മൊത്തമായിട്ടൊന്നും കത്തിയിട്ടൊന്നുമില്ല. അപ്പം തന്നെ അവിടെ റീച്ചും പറയുകയാണ്, ഹേയ് ടെസ്റ്റ് തുടങ്ങാൻ സമയമായിരിക്കുന്നു, ഓക്കെ സ്റ്റാർട്ട് ഫുഷറോ നീച്ചിൻ. ഇപ്പം നമ്മുടെ റീച്ചിൻ ഫുഷറോയുടെ പേര് പറയാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സോ നമ്മുടെ രണ്ടുപേരും കൂടി, അതായത് നമ്മുടെ ഫുഷറോ നീച്ചിനും നമ്മുടെ റീച്ചിനും കൂടി നല്ലൊരു കിണ്ണ ഫൈറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പോകണമെന്ന് പറയാൻ പറ്റുന്നത് ഒരു ചെറിയൊരു ഫൈറ്റാണ് കേസ്. ഓക്കെ, സോ നമ്മുടെ ഫൈറ്റ് തുടങ്ങാൻ പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഫൈറ്റിന് താരെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫുഷറോ റീച്ചും കാഷ്വലായിട്ട് പോക്കറ്റ് കൈയിട്ട് അങ്ങ് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ റീച്ചിന് അത്ര ചില്ലക്കാരനൊന്നുമില്ല. അവനറിയാം അവനെന്തോ പവേഴ്സ് ഉള്ള പോലെ ഫീൽ ചെയ്തുകൊണ്ട് അവൻ്റെ കുറച്ച് പവേഴ്സ് ഒന്നും എടുത്തൊന്ന് അവയ്ക്കിടിയിലൊക്കെ പോലെ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ രണ്ടുപേരും നമ്മുടെ ഫുഷറോ നീച്ചിനും റീച്ചിനും കൂടി ചാടി അകടിക്കാൻ പോകുന്നത്. ആദ്യം ചാടുന്നത് നമ്മുടെ ഫുഷറോയാണ്, രണ്ടാമത് റീച്ചിലും ചാടി രണ്ടുപേരോടി ഇടിച്ച് രണ്ടുപേരുടെ തെറിച്ചു പോയി വിചാരിക്കുമ്പോഴത്തേക്കും ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഫുഷറോയ്ക്ക് നമ്മുടെ റീച്ചിന് എത്ര ബോഡി സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ആദ്യം തന്നെ തെറിച്ചു പോകും. പക്ഷെ നമ്മുടെ ഫുഷറോ നീച്ചിൻ നെവർ ഗീവ് അപ്പ് ക്യാരക്ടറാണ്. സോ വിട്ടുകൊടുക്കാൻ തയ്യാറാത്തില്ല. അവൻ്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് പിന്നെയും ചാടും. നമ്മുടെ റീച്ചിൻ മാസ്റ്ററും വിട്ടുകൊടുക്കാൻ നീങ്ങുന്നത്. റീച്ചിൻ മാസ്റ്ററും മൊത്തത്തിൽ അടിക്കാൻ പോകും. പക്ഷെ ഫുൾ സ്ട്രെങ്ത് എടുക്കത്തില്ല, കാരണം ഫുൾ സ്ട്രെങ്ത് എടുത്ത് കഴിഞ്ഞാൽ ഫുഷറോ ആയതൊരു തീരുമാനവും. രണ്ടുപേരും കൂടി ഇടിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫുഷറോയുടെ കയ്യിൽ പെട്ടെന്നൊരു സംഭവം വരും. അതെന്താണെന്ന് നോക്കുമ്പോൾ ഒരു തണ്ടർ പവർ ക്രിയേറ്റ് ആവും. പെട്ടെന്ന് ഒന്നും നോക്കാതെ നമ്മുടെ ഫുഷറോ നീ റീച്ചിനൊരു അടി കൊടുക്കും. ആ അടിയിൽ പുള്ളി അങ്ങ് തെറിച്ചു. പക്ഷെ അധികം പരിക്കൊന്നും പറ്റില്ല, കാരണം ഈ പവറിൻ്റെ പേരാണ് തണ്ടർ ഫിസ്റ്റ്. ഇതായാലും നേരത്തെ ഫുഷറോയ്ക്ക് ആക്ടിവേറ്റ് ആയത്. സോ അതാണ് സംഭവം. എന്തായാലും നമ്മുടെ റീച്ചിന് അധികം ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, കാരണം അവൻ്റെ ഫുൾ അപ്ഗ്രേഡ് വെർഷൻ അല്ല ഈ തണ്ടർ ഫിഷിന് യൂസ് ചെയ്യുക. അതുകൊണ്ട് ആൾ തട്ടിപ്പോതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ട് റീച്ചിനും റാം ഷോക്കായിരിക്കുകയാണ്. റീച്ചിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് അവർ ഭയങ്കര ദേഷ്യം വരുന്നത്. അവൻ എന്നെ അടിച്ചല്ലോ എന്ന് പക്ഷെ അവൻ കൺട്രോൾ ചെയ്ത് അവനൊരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ അവനങ്ങ് അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഫുഷറ് അന്തപ്പെട്ട് നിന്നിട്ട് പറയാണ്, സർ ഞാൻ പറഞ്ഞില്ലേ എനിക്കും സൂപ്പർ പവേഴ്സ് ഉണ്ടെന്ന്, സാർ ഇപ്പോൾ കണ്ടില്ലേ? ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായിരിക്കുന്നു എന്ന് പറയാണ് റീച്ചിൻ. അവൻ്റെ ദേഷ്യമൊക്കെ മാറ്റി സന്തോഷത്തോടെ പറയുകയാണ്, ഓക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നു, നിന്നെ ട്രെയിൻ ചെയ്യാണ്, ഇന്നോട്ട് ഞാൻ ട്രെയിൻ ചെയ്യാൻ പോവാണ്. പക്ഷേ നിനക്ക് മാത്രമേ ട്രെയിൻ ചെയ്യത്തുള്ളൂ, ഈ വെള്ളം മുടിയൊന്നും ചെയ്യാൻ പറയരുത്, ഓക്കെ എന്ന് പറയാണ് നമ്മുടെ റീച്ച്. ഇത് കേട്ട് റാമിന് സങ്കടമാകുന്നുണ്ടെങ്കിലും പക്ഷെ റാമൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഫുഷറോ, നീ വിചാരിക്കുന്നത് നിന്റെ പവേഴ്സ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ആയിരിക്കത്തില്ലെന്ന്. കാരണം എനിക്ക് നിനക്ക് പറ്റി കുറച്ചുകൂടി പഠിക്കാനുണ്ട്, എന്നിട്ടേ നിനക്ക് ആ ട്രെയിനിങ് ഒക്കെ തരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇന്ന് നിനക്ക് ട്രെയിൻ ചെയ്ത് തരാൻ പോകുന്നത് ഫിസിക്കലാണ്, കാരണം നീ ഫിസിക്കലി കുറച്ചുകൂടി സ്ട്രോങ് ആകുന്നുണ്ട് ഫുഷറോ നീച്ചിൻ. അപ്പോൾ ഫുഷറോ പറയാണ്, ഓക്കെ മാസ്റ്റർ, എന്തായാലും കുഴപ്പമില്ല, ഫിസിക്കൽ ഫിസിക്കൽ ട്രെയിനിങ് എനിക്ക് എങ്ങനെയെങ്കിലും ട്രെയിൻ ചെയ്യുന്നതെന്ന് ആയാൽ മതിയെന്ന് നമ്മുടെ ഫുഷറോ പറയാണ്. അങ്ങനെ നമ്മുടെ ഫുഷറോ നീച്ചിൻ്റെ ട്രെയിനിങ് പീരീഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ വില്ലനെയാണ്. നമ്മുടെ ഐസൻ ഇപ്പോൾ ഭയങ്കര പവർഫുള്ളാണ്, ലിറ്ററലി ഗോഡ് ലെവൽ പവർഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. എടാ മാസ്റ്ററിനെയൊക്കെ ഒറ്റയടിക്ക് തെറിപ്പിച്ചിടാൻ പറ്റുന്ന പവർഫുള്ളാണ് നമ്മുടെ ഐസൻ. പക്ഷേ ഇവൻ ആരുടെ ഹെൽപ്പ് കൊണ്ട് പഠിച്ചതല്ല, ഇവനായിട്ട് തന്നെ പഠിച്ചതാണ്. പക്ഷേ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐസൻ നമ്മുടെ ഫുഷറോയെ പറ്റി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ഐസൻ കണ്ടുപിടിച്ച കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഫുഷറോ ഒരു ഓഫറാണ്, അതായത് അവൻ അച്ഛനും അമ്മയില്ല, അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂട്ടുകാരനാണ്, അതൊരു ഫ്രണ്ടിൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലിയാണ് അവനെ നോക്കുന്നതെന്ന്. അതുകൊണ്ട് അവന് അതേ ഫാമിലി വൈസ് അവനെ തളക്കാൻ പറ്റില്ലെന്ന് ഐസന് മനസ്സിലായി. ഐസൻ്റെ മൈൻഡ് മൊത്തം ഇപ്പം ഡാർക്ക്നെസ് ആയതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഐസന് മനസ്സിലായിട്ടുണ്ട് ഐസനെ തകർക്കാൻ പറ്റിയത് അവന് മാത്രമേ ഉള്ളൂ. അതായത് അവനെ കൊന്നു കഴിഞ്ഞാൽ
ഐസന് പിന്നെ ഒരു പേടിയും വേണ്ട. അപ്പോൾ ഐസൻ വിചാരിക്കുകയാണ് അവനെ അങ്ങനെ ഡയറക്റ്റ്ലി കൊന്നാൽ പോരാ, കാരണം അവനിപ്പോൾ പവേഴ്സ് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരെനിക്ക് വേദനിപ്പിച്ച് കൊല്ലണം. അതായത് ഡാർക്ക്നെസ് കൊണ്ട് മൂടിയിരിക്കുകയാണ് നമ്മുടെ ഐസൻ്റെ മൈൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഐസൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അവിടെ വെച്ച് നമ്മുടെ ഡാർക്ക് വേൾഡിന്റെ എപ്പിസോഡ് 3 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുവരെ ചെയ്തതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഇപ്പം തന്നെ സപ്പോർട്ട്, ഇനിയും തന്നെ ഈ വീഡിയോക്കും തന്നെ 10 വ്യൂസ് അടിച്ച് നമ്മൾ നെക്സ്റ്റ് വീഡിയോ അപ്പ് ഇടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്, എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് ഇടക്കിടക്ക് ചെറിയ സൗണ്ടൊക്കെ പോയി തരാം. പിന്നെ ഇടക്കിടക്ക് ഫാനിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുക. ഫാൻ ഇട്ടില്ലെങ്കിൽ എനിക്ക് ചൂടെടുക്കുക, അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല വോയിസ് ഓവർ ചെയ്യാനായിട്ട്. സോ അപ്പോൾ അതാണ് സംഭവമൊക്കെ. പിന്നെ ഗൈസ് നമ്മൾ ഇംഗ്ലീഷ് ഡബ് ചെയ്ത കാര്യം കൊണ്ട് നിങ്ങൾ പറയാം, കറക്റ്റ് നമ്മുടെ ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും, സൗണ്ട് വേരിയേഷൻസ് ഒക്കെ പറ്റുന്ന രീതിയിൽ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ഈ ഡാർക്ക് ബ്ലഡ് അത്യാവശ്യം ഫേമസ് ആയി ഇന്ന് കഴിഞ്ഞ് അതായത് കുറച്ചൊക്കെ വ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഇംഗ്ലീഷ് ഇറക്കുന്നതായിരിക്കും. പിന്നെ ഇതുപോലത്തെ ആനിമീസൊക്കെ ഞാൻ ഇറക്കാനായിട്ട് കുറച്ച് പ്ലാൻ ചെയ്തു. ഒരു ഗാങ്സ്റ്റർ വൈബ് ആനിമയൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ട് എനിക്ക് അത് ഇറക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സംഭവം എനിക്കൊരു ബോറടിച്ചപ്പോൾ എഴുതിയൊരു കഥയാണ് കേസ് ഇത്. സോ ഈ വീഡിയോക്ക് 10 വ്യൂസ് അടിച്ചിട്ട് അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണാം ഗൈസ്. ഓക്കെ, ബൈ.